ഇങ്ങനെ ഇരിക്കുന്ന ഈ ഡയറിക്ക് ഒരു മേക്ക് ഓവർ കൊടുത്താലോ? പരിപാടി ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത്, നിങ്ങളുടെ തീമിനനുസരിച്ചുള്ള ഒരു ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സംഭവം നമ്മൾ സ്കൂളിലൊക്കെ ബുക്ക് കവർ ചെയ്തിരുന്നില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. നമ്മൾ ബുക്ക് കവർ ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മടക്കി കൊടുക്കുക. 4 സൈഡും ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം പശ എടുക്കുക, തേക്കുക, നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മേലെ വരുന്ന ഈ കോർണർ പാർട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിൽ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത് ഒട്ടാൻ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ കുറച്ച് ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ എനിക്ക് ഒട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എവിടെയെങ്കിലും ഇളകി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് ഫെവിക്വിക്കോ ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്യാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. നമ്മുടെ കവറിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു വിൻറ്റേജ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രൗൺ പേപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും പഴയ മെഡിസിൻ്റെ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും പാക്കേജിൽ നിന്ന് കിട്ടുന്ന കവറോ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറോ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതേപോലെ 2 കോർണർ പീസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഗ്ലൂ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ചെറിയ സ്ക്വയർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു റൈറ്റിംഗ് കൊടുക്കുക. ഞാൻ അവിടെ ഡിയർ ഡയറി എഴുതി കൊടുക്കുകയാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതൊന്നുമല്ല. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ചാർട്ട് വർക്കും അസൈൻമെൻ്റ് ഒക്കെ തരുമ്പോൾ എനിക്ക് ചേച്ചിമാരാണ് ചെയ്തു തരാറുള്ളത്. അപ്പം അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ഫോർ മോർ.